UDFിന്റെ അവഗണനയ്ക്കെതിരെ തനിച്ചു മത്സരിക്കാൻ INL ഡെമോക്രാറ്റിക്. ശക്തമായ പോരാട്ടം നടക്കുന്ന 15 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തുക. പാർട്ടി രൂപീകരണം മുതൽ UDFിനെയാണ് പിന്തുണച്ചതെന്നും എന്നാൽ അത്തരമൊരു പരിഗണന പാർട്ടിക്ക് കിട്ടിയില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് പുറവൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. INL ഡെമോക്രാറ്റിക് രൂപീകരിച്ച കാലം മുതൽ UDFിനെയാണ് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് പുറവൂർ പറഞ്ഞു. UDFിനോട് സഹകരിക്കുക എന്ന നിലപാടാണ് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വരെ സ്വീകരിച്ചത്. എന്നാൽ തങ്ങളെ ഉൾക്കൊള്ളാൻ UDF തയ്യാറായിട്ടില്ല. PV അൻവറിനെയും CK ജാനുവിനെയും ഒക്കെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ UDF തീരുമാനിച്ചു. എന്നാൽ അതിനും എത്രയോ കാലം മുമ്പ് UDFിനെ പിന്തുണക്കുന്ന തങ്ങളെ പരിഗണിച്ചില്ല. ഇതിനെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 ഇടത്ത് മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലാണ് മത്സരിക്കുക. കണ്ണൂർ ജില്ലയിൽ 2 ഇടത്ത് മത്സരിക്കും. അഴീക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുക. മഞ്ചേശ്വരം, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, വള്ളിക്കുന്ന്, പെരിന്തൽമണ്ണ, ഗുരുവായൂർ, തൃശൂർ, ആലുവ, കളമശ്ശേരി, ഹരിപ്പാട്, ആലപ്പുഴ, നേമം എന്നിവയാണ് മറ്റു മണ്ഡലങ്ങളെന്നും അഷ്റഫ് പുറവൂർ പറഞ്ഞു. സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം കോഴിക്കോട് ചേരുന്ന സംസ്ഥാന പ്രവർത്തക സമിതി തീരുമാനിക്കും. ഇതിനു മുമ്പ് UDF ഒരു തീരുമാനം അറിയിച്ചാൽ നിലപാടിൽ മാറ്റം വരുത്തുമെന്നും അഷ്റഫ് പറഞ്ഞു. ഇനി UDFിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനുകൂലമായ തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മളതിൽ മാറ്റം വരുത്തേണ്ടതുള്ളൂ എന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവും സെക്രട്ടേറിയറ്റും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും അവഗണന സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും തന്നെ നമ്മളെ ഒരു ഭാഗമാക്കുന്നതിൻ്റെ പേരിൽ മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് UDFിനോടൊപ്പം അടുത്തു നിന്ന് പ്രവർത്തിക്കണം, UDF അടുത്ത ഭരണത്തിൽ വരണം, ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. INLൽ ഏകീകരണം വേണമെന്ന് തന്നെയാണ് തങ്ങളുടെയും ആഗ്രഹമെന്നും അഷ്റഫ് പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കരീം പുതുപ്പാടി, ഇസ്മയിൽ ഹാജി ആലപ്പുഴ, PK സുലൈമാൻ കൊടുവള്ളി, KV സലീം, സക്കീർ ചെമ്മാണിയോട്, ഖദീജ പയ്യോളി, മെഹറൂഫ് പറമ്പായി, സലാം വളപ്പിൽ, ഹനീഫ തൃശൂർ, ഷാജഹാൻ കൊല്ലം, യഹ്യ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.